ലഉ ഫിൽ ഫറാഇ ഫി ജുമലിൽ ആതിയത്തി നഅതൻ മുനാസിബൻ. ലഉ നീ വെക്കണം, ഫിൽ ഫറാഇ ഒഴിഞ്ഞ ഭാഗത്ത്, ഫിൽ ജുമലി വാചകങ്ങളിൽ, അൽ ആതിയത്തി തുടർന്നു വരുന്ന വാചകത്തിലെ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ നീ വെക്കണം നഅതൻ മുനാസിബൻ യോജിച്ച നഅത്തിനെ നീ വെക്കണം. ഖദീജത്തുൻ താലിബത്തുൻ. ഖദീജ ഒരു ഡാഷ് വിദ്യാർത്ഥിയാകുന്നു. ഖദീജത്തുൻ താലിബത്തുൻ മുജ്തഹിദത്തുൻ. ഓക്കെ, ഖദീജത്തുൻ താലിബത്തുൻ മുജ്തഹിദത്തുൻ. ഖദീജ ഒരു പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാകുന്നു. ഓക്കെ. ഖാലിദുൻ താജിറുൻ. ഖാലിദ് ഒരു ഡാഷ് കച്ചവടക്കാരനാകുന്നു. ഖനിയുൻ ഷഹീറുൻ ഫഖീറുൻ. ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഖാലിദുൻ താജിറുൻ ഖനിയുൻ. ഖാലിദ് ഒരു ധനികനായ കച്ചവടക്കാരനാകുന്നു. ഷഹീറുൻ പ്രശസ്തനായ കച്ചവടക്കാരനാകുന്നു. ഫഖീറുൻ ഇഷ്ടമുള്ളത് എഴുതാം. ആസ് യൂഷ്വൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. അൽ അറബിയത്തു. അറബി എന്നത് ലുഗത്തുൻ ഡാഷ് ഡാഷ് ഭാഷയാകുന്നു. ലുഗത്തുൻ ജമീലത്തുൻ സഹ്ലത്തുൻ ഭംഗിയുള്ള ഭാഷയാകുന്നു, എളുപ്പമുള്ള ഭാഷയാകുന്നു. ഓക്കെ. അൽ ഉസ്ഫൂറു. അത് പിന്നെ വേറൊരു ഭാഷയിൽ നമ്മൾ ഗ്രാമർ പഠിക്കാതെ ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷയിൽ ഗ്രാമർ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു ഗ്രാമർ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മുബത്തദ ഖബർ പോലും ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ഭാഷയിൽ അത് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഭാഷ പഠിക്കുന്നു, അതിൻ്റെ ഗ്രാമർ പഠിക്കുന്നു. നമ്മൾ വലിയൊരു ടാസ്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ടാസ്കിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ അതേ സ്ഥാനം നമ്മൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്നൊക്കെ പറയുമ്പോഴും ഇംഗ്ലീഷ് വാക്കുകളൊക്കെ തന്നെ ഇപ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ സബ്ജക്റ്റാണ്, പ്രെഡിക്കേറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജക്റ്റീവ്, അഡ്വർബ് ഒക്കെ പഠിക്കുമ്പോൾ അത് നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ല. വേറെ ഭാഷയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് നേരെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാൽ മതി. ഇതങ്ങനെയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ശാപത്തിനാകുന്നത്. നമ്മളപ്പോൾ അൽഹംദുലില്ലാ ഇനി ഇതിങ്ങോട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷിലോ മറ്റുള്ള ഭാഷകളിലോ ഗ്രാമർ പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് സഹലത്തുൻ തന്നെയാണ് കേട്ടോ. ലോകത്തുൻ സഹലത്തുൻ തന്നെയാണ് അൽഹംദുലില്ലാ. പഠിക്കുന്നവർക്കും കൂടുതൽ മനസ്സിലാക്കുന്നവർക്കും നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. അത്ര പ്രയാസമില്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനീ പറയുമ്പോൾ ഞാനും കംപ്ലീറ്റഡ് അല്ല, എനിക്കും ഒരുപാടൊന്നും അറിയില്ല. അറിയുന്ന കാര്യങ്ങൾ അൽഹംദുലില്ലാ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അൽ ഉസ്ഫൂറു ത്വാഇറുൻ. കുരുവി എന്നത് ഡാഷ് പക്ഷിയാകുന്നു. അൽ ഉസ്ഫൂറു ത്വാഇറുൻ സഗീറുൻ. അൽ ഉസ്ഫൂറു ത്വാഇറുൻ ജമീലുൻ ഭംഗിയുള്ള പക്ഷിയാകുന്നു. എങ്ങനെയൊക്കെ പറയാം കേട്ടോ. അത്തുഫാഹു ഫാക്കിഹത്തുൻ. ആപ്പിൾ എന്നത് ഡാഷ് ഫ്രൂട്ട് ആകുന്നു. അത്തുഫാഹു ലദീദത്തുൻ മധുരം ഡെലീഷ്യസ് രുചികരമായ ഫലമാകുന്നു. ലദീദത്തുൻ തമർബുത്ത് എഴുതണേ. ഇതിൻ്റെ 4 കണ്ടീഷനും ഓർക്കുക കേട്ടോ. അത്തുഫാഹു ഫാക്കിഹത്തുൻ ലദീദത്തുൻ. അന മുദരിസുൻ ഡാഷ്. ഞാൻ ഡാഷ് അധ്യാപകനാകുന്നു. ഞാനൊരു എന്തിനാ ജദീദുൻ. അന മുദരിസുൻ ജദീദുൻ. അന മുദരിസുൻ ജമീലുൻ. അന മുദരിസുൻ ഷഹീറുൻ. ഞാനൊരു ഭംഗിയുള്ള അധ്യാപകനാ, ഞാൻ പ്രശസ്തനായ അധ്യാപകനാ. അന മുദരിസുൻ ഫഖീറുൻ. ഞാൻ പാവപ്പെട്ട അധ്യാപകനാ. അന മുദരിസുൻ ഖനിയുൻ. ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ. അന മുദരിസുൻ കസ്ലാനു. ഞാനൊരു മടിയനായ അധ്യാപകനാണ്. മടിയനാവില്ല അല്ലേ. മുജ്തഹിദുൻ എഴുതാം. ഓക്കെ. പരിശ്രമശാലിയായ അധ്യാപകനാകുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. മുഹമ്മദുൻ തൊബീബുൻ ഡാഷ്. മുഹമ്മദ് ഒരു ഡാഷ് ഡോക്ടറാകുന്നു. കബീറുൻ വലിയ ഡോക്ടറാകുന്നു. ഷഹീറുൻ ഖദീമുൻ പഴയത്. ജദീദുൻ പുതിയ ഡോക്ടർ. ഓക്കെ. അൽ ഇംഗ്ലീസിയത്തു ലുഗത്തുൻ. ഇംഗ്ലീഷ് എന്നത് ഡാഷ് ഭാഷയാകുന്നു.
ഷാബത്തുനാണ്. കാരണം എന്താ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ 1ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് ഇങ്ങനെ കുത്തി കയറ്റിയിട്ട് ഇപ്പോഴും നമുക്ക് മര്യാദക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല, അതിൻ്റെ ഗ്രാമറും അറിയില്ല, ഒരു കുന്തം അറിയില്ല. അതാണ് അവസ്ഥ. അതിന് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒരു ഡെയിലി നമ്മൾ 24 hours നമ്മൾ 8 hours 9 hours കിടന്നുറങ്ങുന്നു. പിന്നെ അധിക സമയം സ്കൂളിലാണ്. കൂടുതൽ നമ്മളെ സംസാരങ്ങളും നമ്മുടെ കാര്യങ്ങളും കമ്പ്യൂട്ടർ മൊബൈൽ എല്ലാം ഇംഗ്ലീഷിലാണ്. അറബിയിലാണോ? അല്ല, എല്ലാം ഇംഗ്ലീഷിലാണ്. എല്ലാം ഇംഗ്ലീഷിലാണ്. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് നമ്മളെ പിടിച്ചു മുറുക്കി എല്ലാ ഭാഗത്തു കൂടിയും വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എത്ര അതിന് കിട്ടുന്നത്? എന്തോരം നമുക്ക് അതിനെക്കുറിച്ച് അറിയാം? വളരെ കുറച്ചേ അറിയുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. എന്നിട്ടും നമുക്ക് ആ ഇംഗ്ലീഷ് ഭാഷേനെ കുറിച്ചിട്ട് അത്ര അറിയില്ല. അതാണ് അവസ്ഥ. നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മൾ അതിനായിട്ട് എത്ര ടൈം സ്പെൻഡ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എത്രയോ ഇംഗ്ലീഷ് വാക്ക് നമ്മുടെ മലയാളത്തിനെ എന്തോരം ഇംഗ്ലീഷ് ഭാഷ പിടിച്ചടക്കി ഇല്ലേ? സംസാരിക്കുമ്പോൾ ഒരു വാചകം പോലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷയില്ലാതെ പറയാൻ പറ്റുന്നില്ല. എന്നാലോ നമ്മളതിൽ പെർഫെക്റ്റ് ആണോ? അല്ല, ഒട്ടും പെർഫെക്റ്റ് അല്ല. അതാണ് അവസ്ഥ. അൻത താലിബുൻ ഡാഷ്, നീ ഒരു ഡാഷ് വിദ്യാർത്ഥിയാണോ? അൻത താലിബുൻ മുജ്തഹിദുൻ, നീ ഒരു പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാണോ? അൻത താലിബുൻ ജദീദുൻ, നീ ഒരു പുതിയ വിദ്യാർത്ഥിയാണോ? അൻത താലിബുൻ ഖദീമുൻ, നീ ഒരു പഴയ വിദ്യാർത്ഥിയാണോ? ഓക്കെ. അൽ കാഹിറത്തു മദീനത്തുൻ, കൈറോ എന്നത് ഡാഷ് പട്ടണമാണ്. ഷഹീറത്തുൻ കബീറത്തുൻ, പ്രശസ്തമായ പട്ടണം. കബീറത്തുൻ, വലിയ പട്ടണം. ഓക്കെ, നമുക്ക് വെക്കാം. അടുത്തത് നീ വെക്കണം. ഫിൽ മഖാനിൽ ഖാലി, ഒഴിഞ്ഞ ഭാഗങ്ങളിൽ, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നീ വെക്കണം. ഫിൽ ജുമലിൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന വാചകത്തിൽ. മൻഊതൻ മുനാസിബൻ, മൻഊത്തിനെ വെക്കണം. മറ്റേത് അഡ്ജക്റ്റീവ് ആണെങ്കിൽ അത് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ, യോജിച്ച് വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ വെക്കണം. അൽ അറബിയത്തു ഡാഷ് സഹലത്തുൻ, അറബി എന്നത് എളുപ്പമുള്ള ഭാഷയാകുന്നു. സഹലത്തുൻ. അന ഡാഷ് ഖദീമുൻ, ഞാനൊരു പഴയ ഞാനൊരു പഴയ അധ്യാപകനാണ്, അല്ലെങ്കിൽ ഞാൻ പഴയൊരു വിദ്യാർത്ഥിയാണ്. അമ്മാറുൻ ഡാഷ് ഗനിയുൻ, അമ്മാർ ഒരു ധനികനായ കച്ചവടക്കാരനാകുന്നു. ഹാദ ഡാഷ് മക്സൂറുൻ, ഈ ഡാഷ് ഹാദ കുർസിയുൻ മക്സൂറുൻ. ഹാദ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പൊട്ടുന്ന വസ്തുക്കൾ എന്താ വെച്ചാൽ എഴുതിക്കോ, അത് മുസക്കറാക്കിയിട്ട് എഴുതാം. ഫൈസലുൻ ഡാഷ് കസ്ലാനു, ഫൈസൽ ഒരു മടിയനായ താലിബുൻ തബീബുൻ, താലിബുനൊക്കെ മതി, അതാണ് നല്ലത്. ഇഖ്റ, നീ വായിക്കണം. നോട്ട് ചെയ്ത് വെക്കണേ. കസ്ലാനു എന്ന് പറഞ്ഞാൽ മടിയൻ. കസ്ലാനു എന്ന് പറഞ്ഞാൽ മടിയൻ, ലേസി മാൻ. ഓക്കെ, മടിയൻ ഒരു പുരുഷനാണ് കേട്ടോ, പെണ്ണിനല്ല, ആണിനെയാണ് കസ്ലാനു പറയുക, മടിയൻ. ജൗആനു എന്ന് പറഞ്ഞാൽ വിശക്കുന്നവൻ, ഹംഗ്രിവൻ, വിശക്കുന്നവൻ. അത്തുഷാനു എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്, ദാഹിക്കുന്നവൻ. അത്തുഷാനു ദാഹിക്കുന്നവൻ. പഠിച്ചു പോണേ. നമുക്ക് ഇനി 2ാമത്തെ ബുക്കിൽ ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട്. മൽ ആനു എന്ന് പറഞ്ഞാൽ നിറഞ്ഞവൻ അല്ലെങ്കിൽ നിറഞ്ഞത് എന്നും പറയാം. നിറഞ്ഞവൻ അല്ലെങ്കിൽ നിറഞ്ഞത് എന്നും പറയാം. പിന്നെ ഇതിൽ വേറൊരു വാക്ക് വന്നിട്ടുള്ളത് ഗാദുബാനു എന്ന്, ഇതിൽ നിങ്ങളുടെ ബുക്കിലുണ്ട്. ഗാദുബാനുണ്ട് കേട്ടോ. ഗാദുബാനു എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടവൻ. അപ്പോൾ ഇവിടെ തെൻവീൻ ഇടാൻ പാടില്ല കേട്ടോ, ഇവക്ക് തെൻവീൻ വരൂല കേട്ടോ. മംനൂ മിനസ് സർഫിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഫഅലാനു, കസ്ലാനുവിന്റെ മടിയൻ, മുഅന്നസ് വരും കേട്ടോ, മുഅന്നസ് വരും ഇൻഷാ അല്ലാ. കസ്ല അത് കുറച്ചുകൂടി നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കണം. ജൗആനു, അത്ഷാനു, മൽആനു, ഗദ്ബാനു, ദേഷ്യപ്പെട്ടവൻ. അന ജൗആനു, ഞാൻ വിശക്കുന്ന. വിശക്കല്ലേ, അന ജൗആനു. നമ്മൾ കേട്ടിട്ടില്ലേ? ജൗഉൻ എന്ന് പറഞ്ഞാൽ വിശപ്പ് കേട്ടിട്ടില്ലേ? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, സൂറത്തുൽ ഖുറൈശ് അല്ലേ? അത് വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയ അല്ലേ? റബ്ബ ഹാദൽ ബൈത്ത് ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലേ? ആ ഭവനത്തിൻ്റെ നാഥനായ അള്ളാഹുവിനെ ആരാധിക്കണം. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ യാതൊരുവനാണ്. അത്അമഹും മിൻ ജൂഇൻ, വിശപ്പിൽ നിന്ന് ഭക്ഷണം നൽകിയവൻ അല്ലേ? ഖൗഫിൽ നിന്ന് നിർഭയത്തെ നൽകിയവൻ. അന, അപ്പോൾ ഇവിടെ അന ജൗആനു, ഞാൻ വിശക്കുന്നവനാണ്. അന
ضمير منفصل مبني على السكون مبتدأ لأنه في محل رفع مبتدأ جوعان خبر مرفوع ഖബർ എപ്പോഴും മർഫു ആയിരിക്കും. അന്ത ജൗആനു നീ വിശക്കുന്നവനാണോ? അന്ത ജൗആനു നീ വിശക്കുന്നവൻ ആണോ? ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫത്ഹി. അന്ത ضمير منفصل مبني على الفتح مبتدأ ضمير منفصل مبني على الفتح مبتدأ ജൗആനു ഖബറുൻ മർഫൂഉൻ. തെൻമീൻ വരൂല, കാരണം അത് സർഫാണ്. ലാ അന അത്ഷാനു അല്ല ഞാൻ ദാഹിക്കുന്നവനാണ്. ലാ അന അത്ഷാനു നീ വിശക്കുന്നവനാണോ? അല്ല ഞാൻ ദാഹിക്കുന്നവനാണ്. ലാ ഹർഫു ജവാബിൻ ഉത്തരം പറയാനുള്ള ഹർഫാണ് ലാ എന്നത്. ലാ ഹർഫു ജവാബിൻ മബനിയുൻ അലസ്സുകൂനി. അന ളമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലസ്സുകൂനി മുബ്തദഅ. ളമീറുൻ മുൻഫസിലുൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ളമീർ, അത് സുകൂനിൽ മബനിയാണ്, അത് മുബ്തദഅ ആകുന്നു. അത്ഷാനു ഖബറുൻ മർഫൂഉൻ. അത്ഷാനു ഖബറുൻ മർഫൂഉൻ. ലിമാദൽ മുദർരിസു ഗദ്ബാനുൽ യൗമ. ലിമാദ എന്തുകൊണ്ട്. ലിമാദ പറഞ്ഞാൽ എന്തുകൊണ്ട്. ലീ എന്ന് പറഞ്ഞാൽ ഇവിടെ താലിയിൽ വേണ്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതൊരു ഹർഫു ജറാണ്. ലി വേണ്ടി. നമ്മൾ പലതരം ലാഭം പഠിച്ചിട്ടുണ്ട് അല്ലേ. ലിമാദ മാദ എന്ന് പറഞ്ഞാൽ എന്ത്, എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. വൈ എന്തുകൊണ്ട്. അൽ മുദർരിസു അധ്യാപകൻ, ഗദ്ബാനു ദേഷ്യമുള്ളവൻ, അൽ യൗമ ഇന്ന്. ഓക്കെ, ഇന്ന് എന്തുകൊണ്ടാണ് അധ്യാപകൻ ദേഷ്യപ്പെട്ടത്? ഇന്ന് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്താ റീസൺ? വൈ ദ ടീച്ചർ ആംഗ്രി ടുഡേ. ഇന്ന് എന്തുകൊണ്ടാണ് അധ്യാപകൻ ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ ദേഷ്യമുള്ളവൻ ആയത്? ലിമാദ ലി ഹർഫു ജർ മബനിയുൻ അലൽ കസ്രി. മാദ ഇസ്മുൽ ഇസ്മു ഇസ്തിഫാമി, ചോദ്യം ചോദിക്കാനുള്ള ഇസ്മു അല്ലേ. ലി എന്നുള്ള ഹർഫു ജർ, മാദ ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ സുക്കൂനി. അൽ മുദർരിസു എന്നുള്ളത് ഒരു ഇസ്മുൻ മർഫൂ എന്ന് പറയാം, റഫു ചെയ്തൊരു ഇസ്മു എന്ന് പറയാം കേട്ടോ. ഗദ്ബാനു അതും ഇസ്മുൻ മർഫൂനാണ്. പക്ഷെ ഇവിടെ ഗദ്ബാനു ഇവിടെ എന്താന്നുള്ളത്? ഗദ്ബാൻ നേരത്തല്ലല്ലോ എന്നുള്ളത്. ഗദ്ബാനു അല്ല, നേരത്തല്ല കേട്ടോ. ഗദ്ബാനു എന്നുള്ളത് മംനൂ മിന സർഫാണ്. അൽ യൗമ എന്നുള്ളത് ലർഫ് ടുഡേ ലർഫ് സമാൻ കേട്ടോ. ലർഫു സമാൻ അത്ര മതി. ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ല. അൽ കൂബു മൽ ആനു. അൽ കൂബു മൽ ആനു. ദ കപ്പ് ഈസ് ഫുൾ. കപ്പ് നിറഞ്ഞതാകുന്നു. അൽ കൂബു മൽ ആനു കപ്പ് നിറഞ്ഞതാകുന്നു. അൽ കൂബു മുബ്തദഅ മർഫൂഉൻ മൽ ആനു ഖബറുൻ മർഫൂഉൻ. മൽ ആനു എന്ന് പറഞ്ഞാൽ നിറഞ്ഞതാകുന്നു. ഇനി ഇതിൽ അൽ കലിമാത്തുൽ ജദീദത്തു പുതിയ പദങ്ങൾ. അൽ ലുഗത്തു എന്ന് പറഞ്ഞാൽ ഭാഷ. അൽ ലുഗത്തു ഭാഷ, ദ ലാംഗ്വേജ്. ഷഹീറുൻ എന്ന് പറഞ്ഞാൽ ഫേമസ്, പ്രശസ്തൻ. അൽ മദീനത്തു ദ സിറ്റി, പട്ടണം. അത്തായിറു ദ ബേർഡ്, പക്ഷി. അൽ യൗമു ദിവസം. അൽ യൗമു എന്ന് പറഞ്ഞാൽ ദിവസം. അൽ യൗമു ഇവിടെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്. അൽ യൗമു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം. അൽ യൗമു കൊടുത്തിട്ടില്ല അല്ലേ. യൗമ കൊടുത്തിട്ടുണ്ടോ? അൽ യൗമുണ്ടോ? ഇല്ല. എവിടെയുള്ളു? അൽ യൗമ അല്ലേ, ഇത് ഫതഹല്ലേ ഉള്ളത്. അൽ യൗമു എന്ന് പറഞ്ഞാൽ ദിവസം കേട്ടോ. ഓക്കെ, ദ ഡേ എന്ന് പറയാം. കെസ്ലാനു എന്ന് പറഞ്ഞാൽ ദ ലേസിമൻ, മടിയൻ. കെസ്ലാനു മടിയൻ. ജൗആനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശക്കുന്നവൻ. ജൗആനു വിശക്കുന്നവൻ. ജൗആനു വിശക്കുന്നവൻ.
ശരി. വത്തുഷാനു ദാഹിക്കുന്നവൻ. ദാഹിക്കുന്നവൻ അത്തുഷാനു. ലേസി ജൗആനു ഹംഗ്രി അത്തുഷാനു ടേസ്റ്റി ദാഹിക്കുന്നവൻ. മൽ ആനു എന്ന് പറഞ്ഞാൽ ഫുള്ള് നിറഞ്ഞവൻ, നിറഞ്ഞത് എന്ന് പറയാം. ഗളുബാനു എന്ന് പറഞ്ഞാൽ ആംഗ്രി ദേഷ്യപ്പെട്ടവൻ, ദേഷ്യപ്പെട്ടവൻ. ഭാഷ അൽ ഉസ്ഫൂറു ലുഅത്തുൻ ലോകത്തുൻ ഭാഷ. അൽ ഉസ്ഫൂറു ലാ കുരുവി കേൾക്കുന്നില്ല കേട്ടോ. അൽ ഉസ്ഫൂറു എന്ന് പറഞ്ഞാൽ സ്പാരോ കുരുവി. ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. കുരുവി ലാസ്റ്റ് അൽ യൗമ ടുഡേ. അൽ യൗമ ടുഡേ ഇന്ന്. അൽ യൗമു എന്ന് പറഞ്ഞാൽ ദ ഡേ, അൽ യൗമ ടുഡേ കേട്ടോ. രണ്ട് ചെറിയ വ്യത്യാസമുണ്ട്, അർത്ഥ വ്യത്യാസമുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. വേറെ എന്തെങ്കിലും ചോദിച്ചിരുന്നോ?